നല്ലൊരു ദിവസമായിട്ട് അഖിലേച്ചി മാത്രം എത്തിയില്ലല്ലോ. അമ്പലത്തിലേക്ക് വരുന്നല്ലേ പറഞ്ഞത്? എനിക്ക് തോന്നുന്നില്ല വരുമെന്ന്. ജോലി പോയത് പിന്നെ ആകാശേട്ടൻ ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കാറില്ലല്ലോ. ആകാശേട്ടൻ വരാതെ അഖിലയും വരില്ല. വരണമെന്ന് വിചാരിച്ചാലും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് മാമി ഇത് തടസ്സപ്പെടുത്തും. എങ്ങനെയെങ്കിലും ഈ താലികെട്ട് ചടങ്ങൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. അതുവരെ ടെൻഷനാ. അഭിയേട്ടന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ ഇത്തവണയും കല്യാണം മുടങ്ങും. മോളെ, അരുതാത്തൊന്നും പറയല്ലേ. നാവിൽ ഗുളികനിരിക്കുന്ന സമയത്ത് ദോഷം വിളിച്ചു വരുത്തരുത്. ഞാൻ ദോഷം പറഞ്ഞതല്ല അച്ഛാ. വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു യോഗമാ. പലതവണ മുടങ്ങി ആ യോഗം ഇല്ലാതെ പോയതല്ലേ. എന്നെ ഉദ്ദേശിച്ചല്ലേ നീ അത് പറഞ്ഞത്? അല്ല അമൃതേച്ചി, മൊത്തത്തിൽ നമ്മുടെ അവസ്ഥ പറഞ്ഞതാ. കല്യാണത്തിന്റെ കാര്യത്തിൽ എന്തോ ഒരു ദോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ ഈ ദിവസം തന്നെ അഭിയേട്ടന്റെ അമ്മ ഐസിയുലാവോ? അതും ഇത്ര സീരിയസ് ആയിട്ട്. എനിക്ക് ശരിക്കും പേടിയുണ്ട്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം മോളെ. ഒന്നും സംഭവിക്കില്ല. ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ വിചാരിച്ച് സമാധാനിക്കാം. ഇതെന്തായാലും അവസാനത്തേതാ. ഇനി ഒരു പരീക്ഷണത്തിനും നിന്ന് കൊടുക്കില്ല ഞാൻ. ഇങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കാതെ സന്തോഷത്തോടെ എന്തെങ്കിലും ഒന്ന് പറയാവോ? സന്തോഷിക്കാനും ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാനും പേടിയോ മോളെ ചേച്ചിക്ക്? ഒരു ചിരിക്ക് പിറകെ അടുത്തത് കടല് പോലെ ഇരുമ്പി വരുന്ന കണ്ണീരായിരിക്കും. അനക്ക പറഞ്ഞ പോലെ മുഹൂർത്തം ഒന്ന് കഴിഞ്ഞു കിട്ടിയാ മതി. മുഹൂർത്തത്തിന് മുമ്പ് എത്തണ്ടേ? മോനിങ്ങനെ ഇരുന്നാ മതിയോ? എഴുന്നേറ്റ് റെഡി ആയിക്കേ. മുണ്ടും ഷർട്ടും. എനിക്കെന്തോ വല്ലാത്ത കുറ്റബോധം തോന്നി കൃഷ്ണേട്ടാ. നമ്മളീ ചെയ്യുന്നത് വലിയ തെറ്റാ. മരിച്ച് കിടക്കുന്നത് അഭിയേട്ടന്റെ അമ്മയാ. ആ വിവരം അഭിയേട്ടനെ അച്ചുവിനെ അറിയിക്കാതിരിക്കുന്നത് മഹാ അപരാധാ. നിനക്ക് ഈ തോന്നുന്ന കുറ്റബോധത്തേക്കാൾ എത്രയോ ഇരട്ടി എന്റെ മനസ്സിലുണ്ട്. നെഞ്ചിലൊരു നെരിപ്പോടുമായിട്ടാ മുഹൂർത്തം കഴിയുന്നത് വരെ ഞാൻ നിൽക്കുന്നത്.